പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് അച്ഛൻ്റെ സന്ധ്യയിൽ കടന്നു വന്ന് ദൈവമേ വചനമായിട്ട് കടന്നു വരാക്കി ഇടയാക്കാൻ കിട്ടിയ നല്ല ഭാഗ്യവാദിക്ക ഞങ്ങൾ ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനാക്കണമേ. അത് പ്രകാരം ഞങ്ങൾക്ക് ജീവിക്കാനും ദൈവനാമമഹത്വത്തിനും പൂഴ്ചയ്ക്കുമായി തിരുവടക്കണമേ. കൺഫ്യൂഷൻ ദൈവമേ പരിശുദ്ധമാകനാൽ അടിയൻ്റെ ഹൃദയങ്ങളെയും എന്നാവിനെ കൺട്രോൾ ചെയ്യണമേ. ആവശ്യമില്ലാത്തൊന്നും പറയരുതേ, കൺഫ്യൂഷൻ വരുന്നൊന്നും പറയാണ്ടാക്കല്ലേ. എല്ലാ ദൈവനാമമഹത്വത്തിനും പൂഴ്ചയ്ക്കുമായി തിരുവടക്കണം. യേശു മനസ്സിലാക്കണം. യേശു തന്നെ ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 3-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനിടയായി അല്ലേ. അതിൻ്റെ എനിക്ക് പനിയാണോ അതോ സൈനസിൻ്റെ കൺജഷനാണോ എന്നറിയത്തില്ല. എനിക്ക് എൻ്റെ സൗണ്ടെല്ലാം മാറി, അതേപോലെ തൊണ്ടയ്ക്ക് നല്ല ഇതുമുണ്ട്. അപ്പോൾ ഒത്തിരി സൗണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ചുമയൊക്കെ വരുവേ. ഇനി കേൾക്കാം. 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കാനിടയായി പാമ്പ് തെറ്റിക്കുന്ന പാമ്പ് അവയോട് സംസാരിക്കുകയും സംഭാഷണം നടത്തുകയും അവരെ തെറ്റിക്കുകയും ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു മേജർ മിസ്റ്റേക്ക് വരുത്തി. അത് ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തില്ല. സെറാഫീം എന്ന് പറഞ്ഞത് ദൂതന്മാർ സംഘത്തിലെ ഏറ്റവും ഉയർന്നതാണ് സെറാഫീം. 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് പാദംമുടി, നമ്മളെ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ 2 കൊണ്ട് പാദംമുടി, 2 കൊണ്ട് മുഖംമുടി, 2 കൊണ്ട് പറന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ ദൂതന്മാരാണ് കെരൂബ്. അവർക്ക് 4 വിങ്സാണുള്ളത്, 4 ചിറകുള്ളത്. 2 കൊണ്ട് പാദമുടി, 2 കൊണ്ട് ദൈവത്തിൻ്റെ കൃപാസനത്തെ മൂടിപ്പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കെരൂബിലെ യെശയ്യാ പ്രവചനത്തിനും എസ്കേൽ പ്രവചനത്തിനകത്തും 2 രാജാക്കന്മാരുടെ പറയുന്നതെന്ന് കഴിഞ്ഞാൽ അത് ആ വീഴ്ത്തപ്പെട്ട ലൂസിഫർ എന്ന് പറയുന്ന വീഴ്ത്തപ്പെട്ട ലൂസിഫർ അല്ല സാത്താൻ, അല്ലെ ലൂസിഫർ അല്ല ഇത്. ഓക്കെ, ഇത് വീഴ്ത്തപ്പെട്ട കെരൂബ സെറാഫിമാണ്. 2 2 ഓക്കെ, അപ്പം വീഴ്ത്തപ്പെട്ട ദൂതനെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ടേക്കുക എന്നാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പം കെരൂബുകളും സെറാഫിമും 2 2. ഓക്കെ, അപ്പോൾ ലൂസിഫർ ആണെന്നുണ്ടെങ്കിൽ, ലൂസിഫർ എന്ന് പറഞ്ഞ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വരുമ്പം അതിൻ്റെ അകത്ത് അങ്ങനെ വരുന്നു. അപ്പം ആ ആത്മാവുള്ള അഹങ്കാരത്തിൻ്റെ ആത്മാവെന്നുള്ളതാണ് കാണിക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ആ 2 സ്ഥലത്ത് അഹങ്കാരത്തിൻ്റെ ഇതിനെ പറ്റിയാണ് കാണിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, പിന്നെ സെറാഫിം എന്ന് പറഞ്ഞാൽ ഞാനൊരു അശുദ്ധ ജീവിയാണ്, പക്ഷേ അശുദ്ധമായതൊന്നും ദൈവസന്നിധിയിലില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന അതിൻ്റെ അകത്ത് ഇത് ചില യഹൂദ വൃത്തങ്ങൾ അവർ അശുദ്ധത്തിനെ ഒരു സാങ്കല്പികമായി എന്ന് നിരൂപിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായി, റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ദൈവസന്നിധി ഒരു അശുദ്ധമായ ഇതുമില്ല. ഇതെങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞാൽ നമ്പേഴ്സിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ആ സംഖ്യാ പുസ്തകത്തിൻ്റെ അകത്ത് വരുമ്പം ആ പിച്ചള സർപ്പത്തെ തങ്ക സർപ്പത്തെയാണെന്ന് തോന്നുന്നു, താമ്ര സർപ്പത്തെ അവിടെ വയ്ക്കുന്നത് അന്തരപയെ പാമ്പാകുന്ന സെറാഫീം എന്നാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, മനസ്സിലായി. നഹാഷ് ഹാ സെറാഫീം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്, ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ചില ആൾക്കാർ അശുദ്ധമായ വിഷയം. അതേപോലെ നമ്മുടെ സമാഗമന കൂടാരത്തിൽ അശുദ്ധമായ ഒരു വസ്തു ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ പാപമൃഗത്തെ ദഹിപ്പിക്കുന്ന അതിന് സ്വർണം കൊടുക്കാതെ താമ്രം കൊണ്ടുള്ള കൊടുത്തുകൊണ്ട് അശുദ്ധമാണെന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായി. അല്ലാതെ റിയൽ അൺക്ലീൻ അങ്ങനത്തെ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഈ സെറാഫീം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിനും പ്യൂരിറ്റിക്കും വേണ്ടി ജ്വലിക്കുന്ന ഒരു ജീവിയാണ്.
മനസ്സിലായി, സ്നേഹത്തിനും പ്യൂരിറ്റിങ്ങിനും വേണ്ടി. അപ്പോൾ അവരെപ്പോഴും ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, ലൈറ്റ് തീ പോലെ കത്തിക്കൊണ്ടിരിക്കും. അപ്പം ആ ലൈറ്റിൻ്റെ അപ്പോൾ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ടാണ് ചില വൃത്തങ്ങൾ പറയുന്നത് ഇത് ഈ ജീവിയാണ്. കാരണം ലൂസിഫറിനെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടേ എന്തുവാ, വെളിച്ചത്തിൻ്റെ ദൂതൻ എന്നല്ലേ പറയുന്നത്. അപ്പം ഈ വെളിച്ചവും ഇതും കൂടെ കണക്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവിടെ കെറൂബും സറാഫും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മനസ്സിലായി ചെറിയൊരു കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. ഇത് ആദ്യമായിട്ടൊക്കെ ഇത് പറഞ്ഞു തുടങ്ങിയത് സെയിൻറ്റ് ജെറോമും സെയിൻറ്റ് അഗസ്റ്റിനും ഒക്കെയാണ് ഇത് പറഞ്ഞു തുടങ്ങി. അപ്പം എല്ലാവർക്കും ഈ സാങ്കല്പികമായിട്ടുള്ളതേ ഉള്ളൂ, തീർച്ചയായിട്ടൊന്നും ആർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. മനസ്സിലായി. അപ്പം സാത്താൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സർപ്പം എന്ന് പറയുന്നത് സാത്താനായിട്ട് വരും. മനസ്സിലായി. സാത്താൻ എന്ന് പറയുന്നത് ഷെയ്ത്താൻ അല്ലെ ഷെഹ്താൻ എന്നൊക്കെ അങ്ങനെയുള്ള വേർഡ്സ് വേറെ ലാംഗ്വേജിൽ നിന്ന് വന്ന് അപ്പം അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ നമ്മളതെല്ലാം പോയി നോക്കുമ്പോൾ ഈവിൾ എന്ന തിന്മ എന്നാണ് കാണുന്നത്. ആ തിന്മയാണ് സാത്താൻ എന്ന് പറയുന്നത് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൂസിഫറായിട്ട് അല്ല, അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഇത് പറയാൻ പോയി ഒത്തിരി സമയം പോകും. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കും ചിലപ്പം കൺഫ്യൂസ്ഡ് ആകാൻ ഇതുണ്ട്, അല്ലെങ്കിൽ അത് സമയമെടുത്ത് ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത് വേണം. ഓക്കെ. അപ്പം എനിവേ ഇവിടെ സർപ്പമായിട്ട് തിന്മ അല്ലെ സാത്താൻ അതിൻ്റെ ഡിസ്ഗൈസ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നു. പക്ഷെങ്കിൽ ഈ എന്തുവാ ഈ ശാപം വരുന്ന എല്ലാ ഫാമിലിക്കും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് വരും. ചില ആൾക്കാർ ഡിസ്ഗൈസ് ചെയ്ത് മനസ്സിലായ സാത്താൻ അല്ല പാമ്പിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയും. ചില ആൾക്കാർ പറഞ്ഞു പാമ്പായിട്ട് വന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ പാമ്പിൻ്റെ ഒരു പൊസസ് ചെയ്ത് ചിലപ്പം മനസ്സിലായോ അത് വരുന്നതായിരിക്കും. കാരണം യേശുക്രിസ്തു ദുരാത്മാവിനെ ഓടിച്ച പന്നിക്കൂട്ടത്തിലേക്ക് പന്നിയിൽ കയറിയെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഇതുണ്ട്. ഇതേതായാലും നമുക്ക് ഇതിൻ്റെ അകത്തെ മെയിൻ ഇത് മതി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് പോകാത്ത, കാരണം പോയി കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും. മനസ്സിലായോ? നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും എനിക്ക് തിരുത്തേണ്ടി വരും. നിങ്ങൾ എഗ്രി ചെയ്താലും എഗ്രി ചെയ്തില്ലേലും. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടപ്പം ഒരു ഷോർട്സാണ് കേട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ചില സ്ഥലത്തിൻ്റെ പേര് അതിനെന്താ കോതമംഗലം എന്ന് പറയുന്നത് അങ്ങനെ അല്ല അതിൻ്റെ പേര്. മനസ്സിലായി, വേറെ പേരാണ്. ഇപ്പം അന്നേരം ആ ആൾ അവിടുത്തെ പറഞ്ഞ് ഞാൻ എത്ര പ്രൂവ് ചെയ്ത് കൊടുത്താലും എത്ര ഇത് ചെയ്താലും ആൾക്കാർ ആ സെയിം രീതിയിലേ പറയത്തുള്ളൂ. മനസ്സിലായി, ചിന്തിക്കത്തുള്ളൂ. കാരണം അവർ പഠിച്ചു വെച്ച ശീലം അങ്ങനെയാണ്. എത്ര എന്ന് പറയുന്ന പോലെ തന്നെ എത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും അങ്ങനെ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ടെക്നിക്കലായിട്ട് പോകാത്തത്. ഓക്കെ. എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പം ഉപായ രീതി വന്നിട്ട് ഈവിനോട് അല്ലെങ്കിൽ സ്ത്രീയോട് പറഞ്ഞു ഇത് ചോദിച്ചു. മനസ്സിലായി, ഈ സർപ്പത്തിന് അവരുടെ എല്ലാം മുൻകൂട്ടി അറിയാം. അങ്ങനെ വന്നിട്ട് നമ്മളെക്കാട്ടി നന്നായിട്ട് നമ്മളെ അറിയുന്നത് നമ്മളെ എനിമിക്കുക. മനസ്സിലായി. അപ്പം ആ എനിമി വന്ന് ചോദിച്ചത് ഈ ട്രീയിൽ നിന്നാണോ, ഈ ട്രീ നിങ്ങളോട് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ല ഈ ട്രീ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ദ ഗാർഡൻ നോ ദി ഗാഡ് ഇൻഡീഡ് സേ യു ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എനി ഓഫ് ദ ട്രീ. ഇവിടെ ഉള്ള എല്ലാം മനസ്സിലായി, ഈ ഗാർഡനിലുള്ള എല്ലാ ട്രീയും നിങ്ങൾക്ക് കഴിക്കാമോ എന്നുള്ള രീതി ചോദിച്ചു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ആ ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇത് മുൻകൂട്ടി കണ്ട് അവരിലേക്ക് തന്നെ അവരുടെ നഗ്നത ഒന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ചോദ്യമായിരുന്നു. മനസ്സിലായി. അപ്പം
ഇതിൽ നിന്ന് ഈ ഹീബ്രു ലാംഗ്വേജ് നമ്മൾ വായിച്ചു വരുമ്പം സ്ത്രീക്കും രണ്ടുപേരും കാണും, മനസ്സിലായി, രണ്ടുപേർക്കും ഇതുണ്ട്. ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാം തന്നിട്ട് ഇത് മാത്രം എന്തുകൊണ്ട് കഴിച്ചുകൂടാ, മനസ്സിലായി. എവരിഡേ അതുവഴിയൊക്കെ നടക്കുമ്പം ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിച്ചുകൂടാ. അപ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാനുള്ള രീതിയിലാണ് ദൈവം സ്ത്രീയുടെ ഉത്തരം ഇങ്ങനെ, ഞങ്ങൾക്ക് എല്ലാം കഴിക്കാം, പക്ഷേ ഈ ഒരു ഇതിൽ നിന്ന് കഴിച്ചാൽ ഞങ്ങൾക്ക് അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ അയ്യോ, അത് ദൈവം കൽപ്പിച്ചത് അങ്ങനെ ചെയ്യല്ലേ. നമ്മളുടെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അയ്യോ അത് തൊട്ട് പോയേക്കല്ലേ, ഡാഡി പറഞ്ഞിട്ടുള്ളൂ അത് തൊട്ട് പോയേക്കത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് മനസ്സിലായി. പക്ഷേ പിള്ളേർ അതെന്നും അതുവഴി നടക്കുമ്പോൾ നമ്മൾ ഒരു ക്യാൻഡി എടുത്ത് അടച്ചു വെച്ചിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഭാഗം പണ്ട് പഠിച്ചപ്പോൾ ക്യാൻഡി എടുത്ത് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഷേബിടും പറഞ്ഞു തൊട്ട് പോയേക്കില്ലെന്ന് പറഞ്ഞു. ഇവരെന്തും അങ്ങോട്ടേക്ക് എടുത്ത് നടക്കും. ഇവർക്ക് ഇത് എന്തുവാണ് അറിഞ്ഞേ പറ്റത്തുള്ളൂ, മനസ്സിലായി. നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനവും അവർക്ക് ആക്സസ് ഉണ്ട്, പക്ഷേ ഇത് മാത്രം എന്തുകൊണ്ട് അവർ ഉറപ്പായിട്ടും തുറന്നു നോക്കും. അപ്പം ഇതേപോലെ ഇപ്പം ഇനി സ്പിരിച്വലി വരുമ്പം നമ്മളുടെ എല്ലാ ആൾക്കാരും ഇപ്പം എനിക്കുമുണ്ട് ഇതെല്ലാവരും ഏത് രീതിയിലാണ് നമുക്ക് ചിലപ്പം വീണ് കഴിഞ്ഞേ അറിയത്തുള്ളൂ പറ്റിപ്പോയല്ലോ എന്നൊക്കെ, മനസ്സിലായി. ഒരാളെ മാത്രം നമ്മുടെ ഹോൾ സമൂഹത്തെ എല്ലാവരെയും ഒരുമിച്ചാണ് പറയുന്നത്. നമ്മളിലും ഉള്ള ഒരു ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് ദൈവം ചെയ്യാമോ, എന്തുകൊണ്ട് ദൈവം ഇത് നമുക്ക് മാറ്റി വെച്ചു, മനസ്സിലായി. നമുക്കൊരു ആത്മീയ സംതൃപ്തിയില്ല, മനസ്സിലായി. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഇതെങ്കിലും സംടൈംസ് നമ്മളിലൊരു അതൃപ്തി. ഇപ്പോൾ പൗലോസ് പറയുമ്പം ഞാൻ ഏത് സിറ്റുവേഷനിലും ഞാൻ സംതൃപ്തനായിരിക്കാൻ പഠിച്ചു. ആ സംതൃപ്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല, മനസ്സിലായി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു മാതളപ്പഴം എടുത്തിട്ട് പറയാം, ഓക്കെ ഇത് നല്ല കാണാൻ എന്തോ ഭംഗിയല്ലേ, നല്ല കളറല്ലേ, നല്ല രസമല്ലേ, അപ്പം ഇത് കഴിച്ചാൽ നിങ്ങളുടെ വണ്ണം കുറയും, നിങ്ങൾ നല്ല ചെറുപ്പമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ജ്യൂസ് കുടിക്കും, അതിൻ്റെ പൊടി ഇളക്കി പിന്നെ തൊട്ട് നമ്മുടെ ഫുഡായിട്ട് അത് കഴിക്കും, സകലം നമ്മൾ കഴിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ആഗ്രഹം എന്തുവാ? നമുക്ക് സ്ലിമ്മായിട്ടിരിക്കണം, ബ്യൂട്ടി ആയിട്ടിരിക്കണം, യങ് ആയിട്ടിരിക്കണം, മനസ്സിലായി. അതേപോലെയുള്ള ഒരു ഡിസ്ഗൈസ്മെൻ്റ് ആയിരുന്നു എന്ന് ഇവിടെ ഈ സർപ്പൻ്റ് കാണിച്ചത്. അത് സർപ്പൻ്റ് നന്നായി അറിയാനും അവരുടെ ആ വീക്ക്നെസ് അവരെ കൊണ്ട് തന്നെ പോയിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നാൽ അപ്പുറത്ത് ദൈവമോ പറഞ്ഞു, നമ്മുടെ അസംതൃപ്തിക്കുറവായിരുന്നു ആ ഈവിൻ്റെ ആ ഭാഷയിൽ ഉണ്ടായിരുന്നത്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്തോ പറ്റി, പുള്ളിക്കാരന് പെട്ടെന്ന് കാര്യം ഈസിയായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല, മനസ്സിലായി, മരിക്കത്തില്ല. ഇത് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് തെറ്റിയിപ്പിക്കണം. ആ സെയിം സംഭവമാണ് ഇവിടെ നടന്നതും. അങ്ങനെ തെറ്റിയിപ്പിച്ചു മനുഷ്യനെ തെറ്റിയ. പക്ഷേ ഇന്നത്തെ ഭാഗം ഏതാണെന്ന് വെച്ചാൽ 8 മുതൽ 13 വരെ ആണ് ശാപം അടുത്ത ആഴ്ചയായിട്ട് വയ്ക്കുക. 8 മുതൽ 13 വരെയുള്ള. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് പറയുന്നത് ദൈവം നടക്കുന്ന സൗണ്ട് കേട്ടു. ഇതിൻ്റെ അകത്ത് പറഞ്ഞ റൂഹ എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, നമുക്ക് ആദ്യം എന്നാൽ വായിക്കാം. വൈഷ്മേയു എറ്റ് കോൾ അഡോണായ് എലോഹിം മിറ്റാൽ ലേഖ ബെഗാൻ. മിറ്റാൽ ലേഖ ഹല്ലേഖ വെച്ചാൽ നടക്കുന്ന സൗണ്ട്. ബെഗാൻ ലേ റൂഹ ആയോ. പിന്നെ ആ ദോസത്തിൻ്റെ അതായപ്പോൾ ഒരു വിൻഡ് വരുന്നു എന്ന് പറയുന്നു. അപ്പം വേ ഇറ്റ് ഹാ ബേ ഹാ അദാം വേ ഇഷ്ടോ മിഫെനെ ആ അഡോണായ് എലോഹിം ബെറ്റോക് ഹെഷാഗാൻ.
ഓക്കെ, 9-ാം വാക്യം. വൈ ഇക്ര അഡോണായ് എലോഹിം എൽ ഹാ അദാം വയോമേർ ലോ ഹായേ ഏഖ. 10-ാം വാക്യം. വയോമേർ എറ്റ് ഖോലേഖ ഷമ കേട്ടു ഷമാറ്റി ബേഗാൻ വൈറ ഖി എറോം അനോഖി വ എഹാബെ. 11. വയോമേർ മി ഹിഗീദ് ലേഖാ ഖി എറോം സത്ത എറ്റ് അത്ത ഹാ മിൻ ഹാ യേഷ് ആഷേർ എഷിവിക്താലെ വൈറ്റോൽ അഖേൽ മിമേനു അഖൽത്ത. 12. വയോമേർ ഹാ ആദാം ഹാ ഇഷ ആഷേർ നാ ടാറ്റ് ഇമാദി ഹി ഓ നാറ്റാൻ ലെ മിൻ ഹാ ഏഷ് വൈ അഖേൽ കഴിച്ചു എന്ന്. 13. 13. വയോമേർ എലോഹിം അഡോണായി ലാ ഇഷ മാസോത് അസീദ് വൈറ്റോമിയർ ഹാ ഇഷ ഹാ ഹാൻ നഹാഷ് ഹിഷനി വ അഖേൽ. സാത്താൻ തന്നു, പറഞ്ഞു, ഞാൻ കഴിച്ചു, കളിപ്പിച്ചു, ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് അത് ആൻഡ് ദേ ഹേർഡ് ദ വോയിസ് ഓഫ് അഡോണായ് ഗാഡ് ഗോയിങ് ഇൻ ദ ഗാർഡൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദ സൺ. സൂര്യൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ ഈസ്റ്റ് എന്ന്. ആൻഡ് ദ മാൻ ആൻഡ് ഹിസ് വൈഫ് hide from before the Adonai God in the midst of the tree of the garden. And the Adonai God called him, and he said to him, where are you? ആ ചോദ്യം ശരിക്കും കേട്ടോ, where are you? And he said, I heard a voice in the garden, and I was afraid because I was naked and I hid. And he said, who told you that you are naked? And have you eaten from the tree of which I command you not to eat? And the man said, the woman whom you gave to me, with me, she gave me of the tree, so I ate. And the Adonai said to the woman, what is that you have done? And the woman said, the serpent enticed me and I ate it. നമുക്ക് മലയാളത്തിൽ വായിക്കാം. ഞാൻ ഇപ്പോൾ ഒരു നമ്മുടെ ഈ യൂട്യൂബ് യു വേർഷൻ എന്ന് പറഞ്ഞൊരു ബൈബിൾ ആപ്പുണ്ട്. അതിൻ്റെ അകത്ത് പുതിയ ഒരു വേർഷൻ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ റിവൈസ്ഡ് മലയാളം വേർഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേങ്കിൽ അതിൻ്റെ ഓഡിയോ കേട്ടാൽ പഴയതുകൾക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ ടെക്സ്റ്റ് ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വേർഷനായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്നു പഴയ വേർഷനെക്കാട്ടി എനിക്കൊന്ന് ഇപ്പോഴാണ് അതൊരു റീ എഡിറ്റ് ചെയ്ത് നല്ലൊരു വേർഷൻ. ഞാൻ കുറച്ച് ഭാഗങ്ങളെ വായിച്ചിട്ടുള്ളൂ, എല്ലാം വായിച്ചിട്ടില്ല. അത് നിങ്ങളൊന്ന് നോക്കണേ. അപ്പം 8-ാം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവവും തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച് നീ എവിടെ എന്ന് ചോദിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു. അത് 9 അല്ലേ. 10 തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടു. തോട്ടത്തിൽ ദൈവത്തിൻ്റെ ഒച്ച കേട്ടു. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നൻ എന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു.
അതിന് മനുഷ്യൻ, നീ നിനക്ക് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിൻ്റെ ഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഓക്കെ, ഇതാണ് ഇന്നത്തെ വേർഷൻ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇത് ചിന്തിക്കാം. ഇപ്പം ഈ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഒച്ച കേട്ടു. അപ്പം ഈ സമയത്ത് സ്ഥിരം, ഓക്കെ, പല ട്രാൻസ്ലേറ്റേഴ്സും പറയുന്നത്, പറയുന്നത് കഴിഞ്ഞാൽ എന്നും കേൾക്കുന്ന പോലെ ഒരു സൗണ്ട് അല്ല കേട്ടെ. പക്ഷേ ഇവിടുത്തെ ടെക്സ്റ്റ് വായിച്ചു വരുമ്പോൾ ഒരു തണ്ടർ സ്റ്റോം പോലുള്ള ഒരു രീതി, ഇച്ചിരി ഒച്ചപ്പാടും ദേഷ്യപ്പെട്ട് വരുന്ന പോലുള്ള, മനസ്സിലായി? ദൈവം എന്നും നടന്നു വരുന്ന ആ സൗണ്ട് പോലെയുള്ള ഇച്ചിരി ഒച്ചപ്പാടോടുകൂടി വന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ മനുഷ്യൻ പേടിച്ചു പോയി. എന്തോ സൗണ്ടാണ്, പേടിച്ച് ഹൈഡ് ചെയ്തിരുന്നതാണ് പറഞ്ഞ്. ഒരു വിൻഡായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തിയോഫനി, ദൈവത്തിന് മനുഷ്യൻ്റെ സാങ്കല്പികമായ ഇത് കൊടുത്തു, മനസ്സിലായോ? അപ്പം ദൈവം നടന്നു വരുന്നു എന്ന് പറഞ്ഞു. അത് ഈ നമ്മൾ ഹിബ്രു വായിക്കുമ്പോൾ റൂഹ ഒരു വിൻഡായിട്ടാണ് വരുന്നത്. റൂഹ ആ കൊദേശില്ല, അല്ലെങ്കിൽ അഡോണായി എലോഹിം അല്ല, അഡോണായി റൂഹ ഇല്ല, മനസ്സിലായി? എലോഹിം റൂഹ ഇല്ല, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായി? ഇവിടെ റൂഹ വിൻഡായിട്ട്, പ്ലെയിൻ റൂഹ. അപ്പം വിൻഡായിട്ട് വന്നെന്ന് വിചാരിക്കും. പക്ഷെ വന്നത് ഇച്ചിരി എന്നും വരുന്ന പോലെയല്ല, ഒരു ഇച്ചിരി സൗണ്ട് ഉണ്ടാക്കി വന്നു. അത് കേട്ടപ്പോൾ മനുഷ്യൻ പേടിച്ചു. മനുഷ്യനും ഈശയ്ക്കും അത് കേട്ടപ്പം ഒരു പേടി തോന്നി. അവർ പോയി ഹൈഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ആദ്യം ചോദിച്ചത് ആരോടാ? സ്ത്രീയോടാണ് ചോദിച്ചത്. നീ എവിടെ? അല്ല, സ്ത്രീയോടല്ല, ഈശായോട്, മനുഷ്യനോട് ചോദിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. അപ്പം മനുഷ്യൻ പറഞ്ഞു, ഞാൻ പേടിച്ച് ഹൈഡ് ചെയ്തിരിക്കുക, നഗ്നനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നഗ്നനെന്ന് നീ തോന്നാൻ കാര്യം എന്തുകൊണ്ടാണ്? ഞാൻ നിന്നോട് കമാൻഡ് ചെയ്ത് നിന്നോട് കമാൻഡ് ചെയ്ത് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു. അപ്പം നീ എനിക്ക് വേണ്ടി തന്ന സ്ത്രീ ബ്ലെയിം അടിച്ചു, എനിക്ക് വേണ്ടി തന്ന സ്ത്രീ തന്നു, ഞാൻ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, സ്ത്രീ ആരുടെ മണ്ടയ്ക്ക് അടിച്ചു? പാമ്പിൻ്റെ മണ്ടയ്ക്ക് അടിച്ചു. സർപ്പം തന്നു, ഞാൻ കഴിച്ചു പോയി, മനസ്സിലായോ? ഇപ്പം ദൈവം വരുമ്പം ഇവരെ ഹൈഡ് ചെയ്ത് ദൈവത്തിന് കണ്ടുകൂടായോ? ഉറപ്പായിട്ടും കാണും. പക്ഷേ അവരെ കൊണ്ട് തന്നെ ആ ഇൻസെക്യൂരിറ്റീസ് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ നമുക്ക് സാങ്കല്പികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതേപോലൊക്കെ വേറെ അറിയൂ എന്ന് ചോദിച്ചില്ല. നമ്മുടെ പുതിയ നിയമത്തിൽ ഒരു ഭാഗത്തുണ്ട്, ദൈവം ആദ്യം ചോദിക്കുന്നത് നീ എവിടെയാണ്? അതേപോലെ യേശുക്രിസ്തു എരിഹോവിൽ നിന്ന് കടന്നിങ്ങോട്ട് വരുമ്പം ഒരു ചീഫ് ടാക്സ് കളക്ടർ ഉണ്ടായിരുന്നു. ആൾ കുറുകിയൊരു മനുഷ്യനായിരുന്നു, ഷോർട്ടായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിക്ക് മറ്റുള്ളവർ കാണാൻ പറ്റാത്തതിന് ഇച്ചിരി വേഗത്തിൽ ഓടിപ്പോയി ഒരു മരത്തിൻ്റെ മണ്ടയ്ക്കിരുന്നപ്പം കറക്റ്റ് അടി വന്നപ്പോൾ സക്കായിയെ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, സക്കായിയെ ഇറങ്ങി വാ, നമ്മൾ ആ പാവത്തിനെ മരത്തെ നിറക്കാനാണ് നമ്മുടെ ധൃതി. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പാവം നീളമില്ല, യേശുക്രിസ്തുവിനെ കാണാൻ പറ്റത്തില്ല, കാണാൻ വേണ്ടി ഓടി മാറ്റി. പുള്ളി കുറച്ചുകൂടെ അവിടെ ഇരുന്നോട്ടെ, ഇതൊന്ന് കാണട്ടെ, പുള്ളി ഒന്ന് എൻജോയ് ചെയ്തിട്ടെ ആ ദൈവത്തെ. കാരണം ഇത് കഴിഞ്ഞ് ഇറങ്ങിച്ചെന്നാലും വീട്ടിൽ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കേണ്ട കുറേ കടമകളൊക്കെ ഒത്തിരി തിക്കും തീരും പേരൊക്കെ ഉള്ളതുകൊണ്ട് ആ ദൈവമായിട്ടുള്ള ഇൻറ്റിമസി, യേശുക്രിസ്തുവായിട്ടുള്ള ആ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ആ പാവം മരത്തിലിരുന്നോട്ടെ, നമ്മൾ ഇറക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ ഇറങ്ങി വന്നോളും, നമ്മൾ ഇറക്കണ്ട, മനസ്സിലായോ? അപ്പോൾ അവിടെ ഇരുന്ന യേശുക്രിസ്തുവിനെ കണ്ടപ്പം, മനസ്സിലായോ? കണ്ടപ്പോഴാണ് കണ്ടു യേശുക്രിസ്തു
അടുത്ത് വന്നു, സക്കായിയെ ഇറങ്ങി വാ, ഇന്ന് നിൻ്റെ ആദ്യം. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സക്കായി ഇറക്കാനേ നോക്കത്തുള്ളൂ, മനസ്സിലായി? മേളിൽ എന്തുകൊണ്ട് അവിടെ കയറി എന്നുള്ള രീതി, എന്തിന് കയറി, മനസ്സിലായി? ഈ ടാക്സ് കളക്ടറിനെ പറ്റി നമ്മൾ പൊതുവേ നമ്മുടെ ആൾക്കാരെപ്പോഴും ഈ ടാക്സ് കളക്ടറിനെ പരീക്ഷ വരയ്ക്കും. അവരെങ്ങനെ ആ സാഹചര്യത്തിൽ വന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ടാക്സ് കളക്ടർ ആയാലും ആ ചെയ്ത തെറ്റാന്ന് വെച്ചാൽ നിൻ്റെ സഹോദരനോട് പലിശയ്ക്ക് പൈസ പലിശയ്ക്ക് വാങ്ങിക്കരുത്, മനസ്സിലായി? അന്യനോടും പരദേശിയോടും ന്യായം പാലിക്കണം. പക്ഷേ ഇവിടെ ടാക്സ് കളക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? കാരണം റോമക്കാർക്ക് ആ ടാക്സ് കിട്ടിയില്ലെങ്കിൽ ആദ്യം തല പോകുന്നത് ചീഫ് ടാക്സ് ആണ്. അതുകൊണ്ട് കുത്തിപ്പിടിച്ച് കൂമ്പിനിടി കൊടുത്ത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പം മേ ബി ഹി ഡിൻ ചൂസ് ദാറ്റ്, അവിടെ ആക്കി വെച്ചതായിരിക്കും, മനസ്സിലായി? അപ്പോൾ ആ പാവം എൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന് ചിലപ്പോൾ എവറി ഡേ ജീവിക്കുന്ന ഇതിൽ നിന്ന് ദൈവമേ എനിക്കൊരു മോചനമില്ലേ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഒരാളെ കണ്ടപ്പം നമ്മുടെ എല്ലാവരും ജീവിതം ഇതേപോലെയല്ലേ. ഇപ്പം ഈ വേറെ അറിയുമെന്നുള്ള ചോദ്യം നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് ആൾക്കാരുടെ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? എൻ്റെ ജീവിതത്തിൽ ചോദിച്ചിട്ടുണ്ട്, നീ എവിടെയായിരിക്കുന്നു, മനസ്സിലായി? അവിടെ നമ്മൾ ആരെ കാണുന്നു, ഏത് വ്യക്തിയെ കാണുന്നു. അപ്പോൾ അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ വീണ്ടുജനനത്തിൻ്റെ ആദ്യത്തേത്. യേശു ക്രിസ്തുവിനെ കണ്ട വരുന്നുണ്ടെങ്കിൽ വീണ്ടുജനനത്തിൻ്റെ ആദ്യപടി. ഓക്കെ, വേറെ അറിയൂ. അപ്പോൾ അവിടുന്ന് സക്കായിയോട് യേശു ക്രിസ്തു വന്ന് വിളിച്ചു, നിൻ്റെ ഭവനത്തിൽ ഞാൻ വരാൻ പോവാ, മനസ്സിലായി? ആ പാവം ഞാൻ ഇത്രയും നാളും മോട്ടിച്ചു ഉണ്ടാക്കിയ സകലത് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. പാവം അങ്ങ് വീണങ്ങ് ഏറ്റു പറഞ്ഞു. ഇവിടെ അതേപോലെക്കല്ലേ, വേറെ അറിയൂ ആഡം അല്ലെങ്കിൽ മനുഷ്യ, നീ എവിടാണ്? ഞാൻ നിൻ്റെ ഒച്ച കേട്ടു. എന്നും കേൾക്കുന്ന പോലുള്ള സൗണ്ടല്ല, ചില ദേഷ്യമാണെന്ന് എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്തിരിക്കും. പാവം എല്ലാം തുറന്നങ്ങ് പറഞ്ഞു, എല്ലാം തുറന്നങ്ങ് പറഞ്ഞു. ഇപ്പം രണ്ട് കമ്പാരിസൺ പുതിയ നിയമത്തിൽ. ഇപ്പം ആ ദൈവത്തെ കണ്ടെങ്കിലേ നമ്മളുടെ ഇത് വരത്തുള്ളൂ. പക്ഷെ ഓടി മറയാൻ ശ്രമിക്കരുത്. നമ്മുടെ നല്ലൊരാൾക്കാർ ഞാൻ ഒത്തിരിയും പേരോട് സംസാരിക്കുകയും ഇപ്പം നമ്മുടെ മലയാളികൾ മാത്രമല്ല ഒത്തിരിയും പേരോട് സംസാരിക്കുകയും ചെയ്യുമ്പം ഒത്തിരിയും പേരിൽ ഇൻസെക്യൂരിറ്റീസും ഇമ്മച്യൂരിറ്റിയും ഇഗ്നറൻറ്റുമായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ തെറ്റ് അംഗീകരിക്കത്തില്ല. അഡ്മിറ്റ് ദ മിസ്റ്റേക്ക്, ഓൺ ദ മിസ്റ്റേക്ക് ആൻഡ് ലേൺ ഫ്രം ഇറ്റ് ആൻഡ് മൂവ് ഓൺ ഫ്രം ഇറ്റ്. മനസ്സിലായി? ഡോണ്ട് ഹൈഡ് ഇറ്റ്. എത്ര കാലം നിങ്ങൾ ഈ തെറ്റ് വെച്ചുകൊണ്ട് ഹൈഡ് ചെയ്തിങ്ങനെ വീർപ്പം മുട്ടി ഇങ്ങനെ ഇരിക്കും? ജസ്റ്റ് അഡ്മിറ്റ് ഇറ്റ്. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, എന്ത് ചെയ്യാനാണ്? അങ്ങ് കാലിൽ നെടുപാട് വീണേക്കണം. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഐ ആം ദ സോറി എന്ന് പറഞ്ഞാൽ വീണേക്കണം. വീണിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചേക്കണം, മനസ്സിലായി? അത് നമ്മുടെ തെറ്റങ്ങ് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ ഒരു വലിയൊരു ഭാരം മാറിക്കിട്ടും, മനസ്സിലായോ? അപ്പം ആ സെയിം തിങ് തന്നെയാണ് സക്കായും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത്, നീ നഗ്നന് എന്ന് ആരാ നിന്നോട് പറഞ്ഞ്? ഹൗ ഡിഡ് യു ബിക്കം? ഞാൻ പറഞ്ഞിട്ടുള്ള ആ കൽപ്പന നീ ചെയ്തു. ഞാൻ നിന്നോട് കഴിക്കല്ലെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു. യെസ്, ആയേല്, മനസ്സിലായി? അപ്പം പാമ്പ് അവരെ തെറ്റിച്ച് സർപ്പൻ്റ് അവരെ തെറ്റിച്ച് അവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് തന്നെ പുറത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ പാവം ചെയ്യിപ്പിച്ചു. ഈ സെയിം തിങ് തന്നെയല്ലേ നമ്മൾ സ്വയം തൃപ്തി അടയാതെ വന്ന് എത്രയോ കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ കോളത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റീസ് ഒന്നും പബ്ലിക്കലി വേണ്ട, ദൈവത്തിൻ്റെ സന്നിധി അഡ്മിറ്റ് ചെയ്യേ.
അഡ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ തെറ്റും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുഖം കണ്ടേ പറ്റത്തുള്ളൂ, ദൈവത്തെ കണ്ടേ പറ്റത്തുള്ളൂ. ഒരു എന്തുവായിരുന്നു പറയുന്നത്, ആ ദൈവമായിട്ടുള്ള ആ ഇൻറ്റിമസി ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ തെറ്റ് നമ്മൾ കാണത്തില്ല, നമ്മളെന്നും ആ തെറ്റിൽ തന്നെ ഹൈഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടാകും. അപ്പോൾ ആ തെറ്റ് ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് ഇപ്പം ദാവീദിൻ്റെ കാര്യം പറഞ്ഞാൽ ദൈവം മുഴങ്കാൽ വീണ അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് മനസ്സിലായി. അതേപോലെ ഇന്നത്തെ വാക്യം അത് ക്രിയേറ്റ് ഇൻ മീ ക്ലീൻ ഹാർട്ട് എന്നൊരു വാക്യമാണ്. ദൈവമേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കേ, എനിക്കൊരു പുതിയതായൊരു ഇതായിട്ട്. നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കാൻ കഴിയാത്തതാണോ? ഇല്ല. ദൈവം തന്നിട്ടുള്ള നന്മകളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം ദൈവം നമ്മളോട് ക്ഷമിക്കും. അപ്പം ആ ഏറ്റു പറയും. ഇപ്പം ഭർത്താവിനോടായാലും മക്കളോടായാലും ആരോടായാലും തെറ്റേറ്റു പറയാം. അതിനകത്ത് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സും വേണ്ട. കൊച്ചതായിപ്പോകത്തില്ല. ഇപ്പം ഞാൻ പല ഈ കാര്യത്തിൽ ഞാൻ ഇതിൽ നിന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പണ്ടൊരു അനുഭവം നടന്നിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഒത്തിരി പ്രതികൾ ഇതാണ്. അപ്പം ആ ഒരു സംഭവം കണ്ടേ പിന്നെ, കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടത് ഒരു ദിവസമായിരുന്നത്, ഒരു നാളുകളായിരുന്നത്. ഓക്കെ, പക്ഷെങ്കിൽ ആ തെറ്റേറ്റു പറഞ്ഞ് വ്യക്തിയെ വേറെ ഒരാൾ വന്ന് ശകാരിച്ചിട്ട് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ആ വ്യക്തി കുറ്റമായിട്ട് പറയത്തില്ല. കുറ്റമേറ്റ് പറയാതെ ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ചസൊക്കെ ആ വ്യക്തിയിൽ കണ്ടു വരുന്നുണ്ട്. ഒരു തെറ്റേറ്റ് പറഞ്ഞാൽ എത്ര റിലാക്സ്ഡ് ആണെന്നറിയാം, എത്ര ഇതാണെന്നറിയാം. നമ്മുടെ ഒന്നും വലിയ വലിയ തെറ്റുകളല്ല, കൊച്ചു കൊച്ചു തെറ്റുകളാണ്. അപ്പം അതേപോലെ തെറ്റേറ്റ് പറയാം. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല, കൊച്ചാകുന്നതോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ എന്തുവാ പണ്ടൊരു പറഞ്ഞിട്ടാണ്, ഹൗ ഡസ് എ ബോയ് ഡിഫറൻസ് ദാൻ എ മാൻ, ദ ലെസൺസ് ദാറ്റ് ഈ ലേൺ എന്ന് പറയും. ഒരു പയ്യനും ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞാൽ, ആ പ്രായപൂർത്തിയായ വ്യക്തി ആ ആളുടെ ജീവിതത്തിൽ പഠിച്ച ലെസൺസ് മനസ്സിലായോ. അപ്പോൾ പഠിക്കാതിരുന്ന എപ്പോഴും ആ രീതിയിലായിരിക്കും. പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ആ ഉയർച്ച ഉണ്ടാകും, മനസ്സിലായോ. അപ്പോൾ ഇവിടെ ദൈവം ചോദിക്കും, നീ എവിടെയാണ്? അപ്പം പറഞ്ഞു, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അന്നേരം വന്ന് വീഴാണ്. അപ്പോൾ അത് ഈ സെയിം തിങ് തന്നെയല്ലേ ഇതേപോലത്തെ അനന്യാസിൻ്റെ സഫീറയുടെയും കാര്യവും നമുക്കറിയാം. ഇവർ രണ്ടുപേരും ഒത്തോണ്ട് വന്നു, മനസ്സിലായി. തെറ്റന്നേരം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവുമായിരുന്നു. ഇല്ല, അവർ രണ്ടുപേരും ഒത്തോണ്ട് വന്ന്, ഭാര്യയും ഭർത്താവും ഒത്തോണ്ട് വന്ന് രണ്ടുപേരുടെയും കഥ പോയി, മനസ്സിലായി. അപ്പോൾ അതേപോലെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, കൺഫസ് ചെയ്യുക, മനസ്സിലായി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുണ്ടല്ലോ, ആ ഭാരമെടുത്ത് നമ്മുടെ ഭാരം അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോണ്ടല്ലോ, പിന്നെ ആ ഒരു റിലാക്സേഷൻ കിട്ടുമ്പം നമുക്ക് ആ ആൾക്കാരോട് ഒന്ന് നമ്മൾ അടുത്ത പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, മനസ്സിലായി. പുതിയ ചിലപ്പോൾ തെറ്റുകളായിരിക്കും വരുന്നത്, ഇറ്റ്സ് ഓക്കെ. അതും ചെയ്യുക. അങ്ങനെ ഇവഞ്ച്വലി നമ്മൾ ലേൺ ചെയ്യും. ഒരു വലിയ ജേണി അല്ലേ. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം വീണും എഴുന്നേറ്റിരിക്കുക. പക്ഷേ ഈ ഒരു കാര്യം ഓർത്തണം, ഈ വീഴ്ചയുടെയൊക്കെ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയം സംതൃപ്തി ഇല്ലായ്മയുണ്ട്, മനസ്സിലായി. മിക്ക ആൾക്കാരിലും ഉള്ള ഒരിതാണ് ഇൻസെക്യൂരിറ്റീസ്. ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതറിഞ്ഞാൽ എന്താ പ്രശ്നം, അതങ്ങനെ ആയാലും എന്താ പ്രശ്നം, ഇതെങ്ങനെ ആയ പ്രശ്നം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, വണ്ണമായ കുഴപ്പമുണ്ടോ, ഞാൻ എങ്ങായിട്ടിരിക്കുന്നുണ്ടോ, ഞാൻ ഓൾറെഡി ഒരു കെയറും വേണം. എങ്ങനെ ഇരിക്കുന്നതല്ല, അകത്ത് എങ്ങനെ ഇരിക്കുന്നു, മനസ്സിലായി. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.
അഡ്മിറ്റ് ചെയ്യുക. ഇവിടെ ഈ ദമ്പതികൾക്കും പറ്റിപ്പോയത്, പുതിയ നിയമത്തിലും ആ ദമ്പതികൾക്കും പറ്റിപ്പോയത് ഒരേപോലെ തെറ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ ആദം ഏറ്റു പറഞ്ഞു, പക്ഷെ ആ ദമ്പതികൾ ഏറ്റു പറയാൻ സമ്മതിച്ചു. എന്നാൽ നമ്മുടെ സക്കായി അപ്പച്ചൻ ഏറ്റു പറഞ്ഞു. മനസ്സിലായി? ഏറ്റു പറഞ്ഞു. ലൈക്ക് സീംസ് ലൈക്ക് ഒരു 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 റിലീഫ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു മല പോലും മൗണ്ടൻ പോലും ബിൽഡ് ചെയ്ത് വരുവായിരുന്നു. ആ യേശുപ്പച്ചനെ കണ്ടു. എൻ്റെ ഈ പരിഹാരത്തിൻ്റെ പ്രശ്നം യേശുപ്പച്ചനാണെന്ന് മനസ്സിലായി. ആ യേശുപ്പച്ചൻ്റെ ആ വാക്ക് കേട്ടപ്പോഴത്തേക്ക് അത് പൊട്ടി. മനസ്സിലായി? എല്ലാം ഞാനങ്ങനെ ചെയ്തു പോയി, ഇനി ഞാൻ മേലാ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഈ സെയിം തിങ് തന്നെയാണ് ആ രക്തസ്രവമുള്ള സ്ത്രീയുടെ. പറയാൻ പറ്റാത്ത പ്രശ്നം, 12 കൊല്ലം ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുക. പോയി ഏറ്റു പറഞ്ഞു. അന്നേരം പോയി തൊട്ടു, സൗഖ്യം. യേശുപ്പച്ചൻ ആ സ്ത്രീയെ പബ്ലിക്കായിട്ട് റൂം ചെയ്തു. ഇന്ന രോഗങ്ങളാണെന്നൊന്നും ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞില്ല, ചൂണ്ടിക്കാണിച്ചില്ല. മോളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തുവിലായിരിക്കും. ഓക്കെ, യേശു ക്രിസ്തുവിനെ കാണണം. ഒന്നാണ് യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ രക്ഷ. ഓക്കെ, ഇത് എന്നോട് സംസാരിച്ച കാര്യങ്ങളും പറയുന്നതേ ഉള്ളൂ. എനിക്ക് ആരും നന്നാക്കാൻ കഴിയത്തില്ല. ഓക്കെ, എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ കഴിയത്തുള്ളൂ, എന്നെ തന്നെ ഇത് ചെയ്യാൻ. പക്ഷെ എനിക്ക് ദൈവം തന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അത് ആൾക്കാരിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. മനസ്സിലായി? അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നെക്കൊണ്ട് ആരെയും നന്നാക്കാൻ കഴിയുമെന്ന് തോന്നില്ല, നന്നാക്കാൻ കഴിയത്തില്ല. അത് ഹോളി സ്പിരിറ്റിൻ്റെ വർക്കാണ്. പൗലോസ് പറയുന്നത് എന്തോ, ഞാൻ നട്ടു, അല്ല വിത്ത് വന്നു, നനച്ചു, ഒരാൾ വിത്ത് നട്ടു, മറ്റേ വെള്ളം ഒഴിച്ചു, മറ്റേ വളരുമാറാക്കിയത് ആരാ? യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന ചെയ്യുക. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഡു ഹിസ് വർക്ക്. ലെറ്റ് ദം സീ ഗാഡ്. അവർ ദൈവത്തെ കാണട്ടെ, യേശു ക്രിസ്തുവിനെ കാണട്ടെ, അറിയട്ടെ. കണ്ടിട്ടില്ലെങ്കിലും ഇതിപ്പോൾ നമ്മൾ പലരും ഇന്നത്തെ ജീവിതത്തിൽ ഒത്തിരിയും പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു സമയം. ഇൻസെക്യൂരിറ്റീസും പല പ്രയാസങ്ങളും സ്ട്രെസ്സും ഇതൊക്കെ കഴിയുന്നത്. ആ സ്ട്രെസ്സൊക്കെ ഏറ്റവും ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ യേശു ക്രിസ്തു. ദൈവത്തെ കണ്ട് ദൈവത്തെ സന്നിധിയിൽ വന്ന് കുറച്ച് നേരം നമ്മൾ ദൈവമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇവിടെയും അവിടെ തന്നെ അവർക്ക് 2 പേർക്കും അവർ തെറ്റ് ഹൈഡ് ചെയ്തിരുന്നു. ദൈവം വിളിച്ചു, തെറ്റ് അഡ്മിറ്റ് ചെയ്തു. 2 പേരും ഞങ്ങൾ ബ്ലെയിം ഗെയിമാണെന്ന് പറയുന്നത്. ഒത്തിരി ട്രാൻസ്ലേറ്റേഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ബ്ലെയിം ആണോന്ന്. മനുഷ്യൻ ഇപ്പം ഒരു കാര്യം പറയണേ, എന്ത് പ്രശ്നം വന്നാലും ഇപ്പം എന്ത് പ്രശ്നം, മക്കളായാലും സ്ത്രീകളായാലും എന്ത് വന്നാലും, നിങ്ങളെന്ത് ചെയ്താലും പഴി വരുന്നത് ആർക്കാ? അപ്പന്മാർക്കാണ് വരുന്നത്, അല്ലേ? ഇപ്പം എൻ്റെ മക്കൾ എന്തെങ്കിലും കാണിച്ചാൽ ആൾക്കാരും എന്ന് പറയുന്ന ആരാ? എന്നോടല്ലേ? അല്ല, ഇപ്പം എൻ്റെ ഭാര്യ എന്തെങ്കിലും ചെയ്താൽ എന്നെയല്ലേ പഴിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നതും വിളിച്ചത് ആദത്തിനെ. ആദം എന്തു പറഞ്ഞു? ദ വേ പറഞ്ഞത്, നീ എന്നോടുകൂടി ഇരിപ്പാൻ എനിക്ക് തന്ന്. പക്ഷെ കഴിക്കുമ്പോൾ തൊട്ടടുത്ത് ആ സ്ത്രീയുടെ തൊട്ടടുത്തിരുന്ന വ്യക്തിയാണ് ആ ഫുഡ് തന്ന് ചെയ്യുക. ഇപ്പം ഇതൊരു തമാശയായിട്ട് പറയും. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അയ്യോ ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കിടന്ന് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് കഴിച്ചു പോയി. പക്ഷെ അതേപോലുള്ള രീതിയിൽ ആണോ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. സ്ത്രീ എന്നോടുകൂടി ഇപ്പം നീ തന്നെ സ്ത്രീ. ഇതിൻ്റെ കുറച്ച് ബൈബിളിലെ ആദ്യത്തെ പാട്ട് ഏതെന്നറിയാമോ? ആദം അവയോട് പാടിയ അസ്ഥിയോട് അസ്ഥിയും മാംസത്തോട് മാംസവും എന്ന് പറഞ്ഞ് അതാണ് ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ പാട്ട്. ഓക്കെ, അപ്പം ഈ പാട്ട് പാടിയ വ്യക്തി തന്നെയാണ് ഇപ്പം പറയുന്നത്, എന്നോടുകൂടി ഇരിപ്പാൻ നീ തന്ന് ഈ സ്ത്രീ തന്നു, ഞാൻ കഴിച്ചു. അപ്പം ദൈവം സ്ത്രീയോട് രണ്ടാമത് ചോദിച്ചു. ആദ്യം ആരോടെ? പുരുഷനോട് ചോദിച്ചു. പിന്നെ രണ്ടാമത് ചോദിച്ചു ആരാ? സ്ത്രീയോട്. എന്തുകൊണ്ട് കഴിച്ചു?
വൈ ഡിഡ് യു വാട്ട് ഹാവ് യു ഡൺ വാട്ട് ഡിഡ് യു ഡു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സർപ്പം തന്നു, ഞാൻ കഴിച്ചു. മനസ്സിലായോ? ഇപ്പം ഇതിൻ്റെ ആകത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റി, നമ്മുടെ ആ സ്വയം സംതൃപ്തി ഇല്ലായ്മ കൊണ്ടാണ്. മനസ്സിലായോ? ആ സ്വയം സംതൃപ്തി സർപ്പൻ്റ് അവയെ കാണിച്ചു തരുമായിരുന്നു. എന്നിട്ട് എന്ത് കൊടുത്തു? എൻറ്റൈസ് ചെയ്യിപ്പിച്ചു. എൻറ്റൈസ് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? പുള്ളിക്കകത്ത് വീണുപോയി. ഓക്കെ, ഈ എൻറ്റൈസ് ചെയ്യിപ്പിച്ച കാര്യം എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, പക്ഷെങ്കിൽ സമയം നീടും, അതുകൊണ്ട് പറയുന്നത്. എനിവേ, എൻറ്റൈസ് ചെയ്യിപ്പിച്ചു, വീണു. അവരുടെ വീഴ്ച വലുതായിപ്പോയി. ആദ്യം ഇപ്പം ഇവിടെ പറയുമ്പം 1 തിമോത്തിയോസ് 2 തിമോത്തിയോസാണെന്ന് തോന്നുന്നു. 1 തിമോത്തിയോസ് ൻ്റെ അകത്ത് പറയുന്നത്, ഞങ്ങൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സ്ത്രീയെ ചർച്ചിൽ പ്രസംഗിക്കാനൊന്നും സമ്മതിക്കത്തില്ല എന്നുള്ളൊരു രീതി ഓരോ ഇത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റോമാലേഖനത്തിൻ്റെ അകത്ത് 5 1 മുതൽ ഉള്ള വാക്യത്തിലും പിന്നെ 17 മുതലുള്ള വാക്യത്തിലും ആദ്യം ആദാം മൂലം വീഴ്ത്തപ്പെട്ടു, എന്നാൽ രണ്ടാം ആദാം മൂലം ആ വീഴ്ചയുടെ പരിഹാരമായി കണ്ടെത്താനും സാധിച്ചു. മനസ്സിലായി? സ്ത്രീയാൽ നമ്മൾ പാപത്തിൽ വീണു. മനസ്സിലായി? അതേപോലെ ഇനിയും സംഭവിക്കാം. തിമോത്തിയോസിൻ്റെ ലേഖനം വരുമ്പം അവിടെ പറയുന്നുണ്ട്, അത് വുമനെ അടിച്ച് താഴ്ത്തി കെട്ടിയല്ല പറയുന്നത്. മനസ്സിലായി? ഇനിയും അതേപോലൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പം മെയിനായിട്ടുള്ള ഇത് ചോദിക്കാം, നമ്മൾ സ്വയം സംതൃപ്തിയാവുക. 1. 2, അഡ്മിറ്റ് അവർ മിസ്റ്റേക്ക്. ഓക്കെ, അഡ്മിറ്റ് അവർ മിസ്റ്റേക്ക്. ഡോണ്ട് ഹൈഡ് ഇറ്റ്, ഡോണ്ട് റൺ അവേ ഫ്രം അവർ മിസ്റ്റേക്ക്. അഡ്മിറ്റ് അവർ മിസ്റ്റേക്ക്, കൺഫസ് ചെയ്യുക, തെറ്റ് അംഗീകരിക്കുക. ഞാൻ തെറ്റായിപ്പോയി, ബിഗ് ഡീൽ, ചെയ്തു പോയി, എന്തെടുക്കാനാണ് ഇനിയിപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, മൂവ് ഓൺ, അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? അത് കഴിഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ഈ തെറ്റാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ കണ്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായി? ദൈവത്തെ കാണുമ്പോൾ അയ്യോ ഞാൻ പാവിയാണേ എന്നൊരു ബോധം, അത് നമ്മൾ സക്കായിക്കൂടെയും ഇപ്പോൾ ഇവിടെ ആദരിൽ കൂടെയും നമ്മൾ കാണുവാണേ. അത് കഴിഞ്ഞ് തെറ്റംഗീകരിക്കാൻ മൂവാൻ, അതിന് കിട്ടിയ കൃപ വൃഥാ ആക്കരുത്. നമ്മൾ ജീവിക്കുന്നത് കൃപയാണ്. ആ കൃപ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. മനസ്സിലായി? ഒരു ഗ്രാൻഡഡായിട്ട് എടുക്കരുത്. എവറി ഡേ ആ കൃപ അയാളാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുക. ഓക്കെ, അപ്പം ഇത്രയും പറയാൻ സാധിച്ചു. ഇന്ന് ചുമച്ചൊന്നുമില്ല ദൈവം. എനിക്ക് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒന്ന് പേടിച്ചിരിക്കുമായിരുന്നു. രാവിലെയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, ചുമയും ഇതൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ദൈവം ഇത്രത്തോളം സൗഖ്യം തന്നു, ഇത്രത്തോളം പറയാൻ സാധിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഇനിവേ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് അല്പസമയം അച്ഛൻ്റെ സന്നിധിയിൽ വന്ന ദൈവമേ, 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 2 ഭാഗമായിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ ശ്രദ്ധിക്കാനിടയാക്കി. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ വീക്ക്നെസ്, ഞങ്ങളുടെ സ്വയം സംതൃപ്തിക്കുറവ്, ഞങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഞങ്ങൾക്ക് തന്നെ വെളിവാക്കി തീരും. ഞങ്ങൾ അതിൽ വീഴുകയും ദൈവത്തോട് പാപം ചെയ്ത് ഞങ്ങൾ അകന്നു പോവുകയും ചെയ്യും. എന്നാൽ ഞങ്ങളെ കൈവിടാതെ വേറെ ഒന്ന് കണ്ടെടുത്താൽ ഞങ്ങൾക്ക് വേണ്ടി യേശു അപ്പച്ചനെ കാൽവൽ ക്രൂശിൽ ഞങ്ങൾക്കായി തന്നു. ആ അപ്പച്ചനെ കാണുവാനും അച്ഛൻ്റെ മുഖം കാണുവാനും ദൈവമേ, ഞങ്ങളുടെ തെറ്റ് ഞങ്ങളുടേതെന്ന് അംഗീകരിക്കാനും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാനും, അയ്യോ ഞങ്ങൾ പാപികളാണേ എന്ന് ഞങ്ങൾക്ക് കൺഫസ് ചെയ്യാനും, അഡ്മിറ്റ് ചെയ്യാനും, കൺഫസ് ചെയ്യാനും ദൈവമേ, പിന്നെയും ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു ജീവൻ തന്നല്ലോ, കൃപയാലായിരിക്കുന്നു എന്നുള്ള ബോധം ഞങ്ങൾക്ക് വരുവാനും അതിപ്രകാരം ജീവിപ്പാനിടയാക്കണമേ. ദൈവനാമ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായി തീരുമാനിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തന്നെ ശോധന ചെയ്യുവാനും ഞങ്ങൾ തന്നെ അത്
തിരുത്തുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും എല്ലാം ക്ഷമിക്കണമേ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇന്നേ ദിവസം വരെ ഞങ്ങളെ കാത്തവരാഴ്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ കാത്തവരായിരിക്കണമേ. വഴി നടത്തണമേ. ദൈവമേ, തെറ്റില്ല അകപ്പെട്ടു പോകാൻ ഇടയാക്കല്ലേ. അഥവാ വീണാലും ദൈവമേ ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാനും അതിൽ നിന്ന് ലെസൺ പഠിക്കുവാനും ഒന്ന് ആദ്യം പ്രകാരം ജീവിപ്പാൻ ഇടയാക്കണമേ. യേശു മനസ്സിലാക്കണമേ. യേശു തന്നെ. ആമേൻ.